1995 സെപ്റ്റംബർ 6 ബാംഗ്ലൂർ ആശ്രമം. ജ്ഞാനദളം 13. നുണയൻ നിഷ്കളങ്കനാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാൾ നിങ്ങളോട് കള്ളം പറയുന്നു. നിങ്ങൾക്കത് കണ്ടുപിടിക്കാനും പറ്റുന്നു. എന്താണ് നിങ്ങൾക്കപ്പോൾ തോന്നുക? സങ്കടം, കോപം, ചതിക്കപ്പെട്ടു എന്ന തോന്നൽ, നിരാശ, കാരുണ്യം, ബഹുമാനം നഷ്ടപ്പെടുക, അത്ഭുതം, ഞെട്ടൽ, ജാള്യത. നുണ പറയുന്ന ഒരാൾ പിടിക്കപ്പെടുകയാണെങ്കിൽ അയാൾ നല്ല നുണയനല്ല എന്നാണ് അർത്ഥം. നല്ല നുണയനാണെങ്കിൽ അയാൾ പിടിക്കപ്പെടുകയില്ലായിരുന്നു. ശരിക്കും നുണ പറയാൻ പോലും പറ്റാത്തത്ര നിഷ്കളങ്കതയാണ് അയാൾക്ക്. അയാൾ നുണ പറയുകയും പിടിക്കപ്പെടുകയും ചെയ്തു. അയാൾ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് അയാൾ നുണയനാണ് എന്ന് നിങ്ങൾ അറിയുക? അതുകൊണ്ട് നല്ല നുണയനെ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല എന്നാണ് അർത്ഥം. നുണയനെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആൾ നല്ല നുണയനല്ല. അതുകൊണ്ട് അയാൾ നിഷ്കളങ്കനാണ്, അല്ലേ? അതുകൊണ്ട് മുകളിൽ പറഞ്ഞ മാനസിക അഭ്യാസങ്ങളിൽ പെടേണ്ടതില്ല. പകരം സ്നേഹത്തിൽ അലിയൂ. ജയ് ഗുരുദേവ്.